ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ രമ്യ മേപ്പള്ളി. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പക്ഷേ എൻ്റെ ഇങ്ങനത്തെ വ്ളോഗിനൊന്നും നിങ്ങളാരും ലൈക്ക് ചെയ്യണില്ല, കാണണില്ല, സപ്പോർട്ട് ചെയ്യണില്ല. എന്താ അങ്ങനെ? എൻ്റെ ഇങ്ങനത്തെ വ്ളോഗ്സൊന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എന്നാലും ഞാൻ ഇന്നത്തെ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, മീ ഓൺ ദ വേ ടു കാലിക്കറ്റ്. എൻ്റേതായിട്ടുള്ള കുറച്ച് സന്തോഷങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഇപ്പോഴത്തെ ഈ പോക്ക്. ഞാനൊരു കാറ് വാങ്ങിച്ച് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ അത് പഠിക്കുകയും വേണം. അതൊന്ന് കൈവഴങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോടേക്ക് യാത്ര തിരിക്കുകയാണ്. ആദ്യം പോകുന്നത് കോഴിക്കോട് ബീച്ച്. എൻ്റെ കൂടെ എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ കൂട്ടിയിട്ടുണ്ട്. അവരും എൻ്റെ കൂടെ വരുന്നുണ്ട് കറങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കേ. എൻ്റെ കാറിൽ എൻ്റെ അച്ഛനെയും അമ്മേനെയും വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അവർ താഴെയാണ്. ഡോറൊക്കെ അടച്ച് വരുമ്പോഴത്തേനും ഞാൻ ഒക്കെ റെഡി സെറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കാറിലിരിക്കുന്നത് കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ ഞാൻ വണ്ടി തന്നെ ഓടിച്ച് കോഴിക്കോടെത്തി. ഇതാണ് ബീച്ചിലെത്തിയിട്ടുണ്ട്. തനിയെ ഓടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പഠിപ്പിച്ച ഒരു ആശാന്നൊക്കെ പറയില്ലേ, ആളും കൂടെ ഇരിക്കും, എന്നിട്ട് ഞാൻ തന്നെ ഓടിക്കും, അങ്ങനെയാണ്. പക്ഷേ കോഴിക്കോട് ബീച്ചിലെത്തി. പക്ഷെ എനിക്ക് ഇറങ്ങാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ ഇറങ്ങിയില്ല. അമ്മയും അച്ഛനും ഇറങ്ങി. എനിക്ക് കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളും ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് തന്നു. ഞാൻ കാറിലിരിക്കുകയാണ്. പൊരി വെയിലിട്ട് അവർക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടൊന്നുമില്ല. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വെയിലായിരുന്നു. അവിടെ കുറച്ച് തണലുള്ളത് കാരണം അവിടെ മാത്രമേ അമ്മയും അച്ഛനും നിന്നുള്ളൂ. അവരെങ്ങോട്ടും ബീച്ചിൻ്റെ അടുത്തേക്കൊന്നും പോയില്ല. അത്രമാത്രം വെയിലായിരുന്നു. കണ്ടതോ, എനിക്ക് ആദ്യം കൊണ്ടു തന്നത് എഗ്ഗ് ബജി, മുട്ട ബജി, അതന്നെ. അത് കൊണ്ട് തന്നിട്ട് ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ അവിടെ കോഴിക്കോട് പ്രശസ്തമായ കല്ലുമ്മക്കായ ഉണ്ടല്ലോ. ആദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇതൊരു പൂമ്പാറ്റേൻ്റെ അത്ര പോലും ഇല്ല. അങ്ങനത്തെ ഒരു കല്ലുമ്മക്കായ കൊണ്ടു തന്നിരിക്കണം. ഞാൻ ആദ്യം കഴിച്ചിരുന്നത് വലിയ കല്ലുമ്മക്കായാണ്. കഴിക്കാൻ മാത്രം ഉണ്ടായിരുന്നു. ഇതാ 2 ചിറകിൻ്റെ ഉള്ളിൽ എന്തോ കുത്തിത്തിരികെ കൊണ്ടുവന്നു. പിന്നെ കാടമുട്ട മുളകൊക്കെ ഇട്ടിട്ട് ഉള്ളതായിരുന്നു കൊണ്ടു തന്നിരുന്നത്. പിന്നെ അങ്ങനെ അവിടെ കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങി അവർ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അകത്ത് കയറി ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. ഞങ്ങൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഇതാ കണ്ടോളൂ, കോഴിക്കോട് പ്രശസ്തമായ പാരഗൺ ഹോട്ടലിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ബിരിയാണിക്ക് പ്രശസ്തമായതാണ് പാരഗൺ ഹോട്ടൽ എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ അവിടെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു തമാശകളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അത് പ്ലേറ്റ് എത്തിയിട്ടോ, എല്ലാവർക്കും പ്ലേറ്റ്. ഫുഡും എത്തി. അമ്മ മീൽസാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ കൊഴുവ വറുത്തതുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ ദം ബിരിയാണി ആയിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഫുൾ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല, ഹാഫ് ഞാൻ കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട് സ്മിതയെ ഓർമ്മ വന്നത്. അപ്പോൾ അവളെ വിളിച്ചു. അവൾ വീട്ടിലുണ്ടായിരുന്നു. അവിടെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ വിളിച്ച് അവളുടെ ലൊക്കേഷൻ അയച്ചത്. അപ്പോൾ ഇതാണ് അവളുടെ വീട്ടിലുള്ള വഴി. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ നല്ല ഫ്രണ്ടാണ്, അവളുടെ അമ്മയാണത്. അവർ രണ്ടുപേരും വന്നിരുന്നു. സൗമ്യയുടെ കല്യാണത്തിന് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ തലേ ദിവസം അങ്ങനെ എങ്ങാണ്ട് വന്നു. അവർ പുതിയ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കോഴിക്കോട് എത്തിയില്ലേ എന്ന് വെച്ചിട്ട് അവളെ വിളിച്ചപ്പോൾ അവളവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവളുടെ വീട് After a very long time, we met each other once again. കുറേ വർഷങ്ങൾക്ക് ശേഷം കേട്ടോ ഞങ്ങൾ കണ്ടുമുട്ടിയത്. കുറേ വർഷങ്ങൾക്ക്. അവൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടി. PWDയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഞങ്ങൾ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത്
ഇന്നത്തെ ദിവസം അങ്ങനെ ശുഭമായി.